കൊല്ലംകാരൻ എന്ന് പറയുമ്പോൾ ആകെ നാണക്കേടാണ്. പകുതി കൊല്ലംകാരനാണ് ഞാനും. ജനനം കൊണ്ട് തിരുവനന്തപുരമാണെങ്കിലും താമസം കൊണ്ട് കൊല്ലത്തുകാരനായി പോയി എന്നതിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണെങ്കിലും പക്ഷേ പുറത്തെവിടെയെങ്കിലും പോയി പറയുമ്പോൾ നാണം കെട്ട് ഇരിക്കേണ്ട അവസ്ഥ. മറ്റൊന്നുമല്ല, കൊല്ലംകാരൻ എന്ന് പറയുമ്പോൾ ഈ ആഹാര സാധനത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന വ്യക്തികൾ എന്ന ഒരു പരിഹാസം അങ്ങ് കേട്ട് കേട്ട് മടുത്തു. പൊറോട്ട അടിച്ചില്ലെങ്കിൽ പൊറോട്ട അടുപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അടിക്കും. പച്ച ചിപ്സ് കിട്ടിയില്ലെങ്കിൽ, അതായത് പച്ച ലേസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അടിക്കും. അല്ലെങ്കിൽ എന്താണ്, ബിരിയാണിക്കൊപ്പം സാലഡ് കിട്ടിയില്ലെങ്കിൽ തമ്മിൽ അടിക്കും. ഇതൊക്കെയാണ് കൊല്ലംകാരുടെ അവസ്ഥ. ഇത് ശരിക്ക് നാണക്കേടല്ലേ? മുമ്പാണെങ്കിൽ കൊല്ലമെന്ന് കേട്ടാൽ ഒരു വല്ലാത്ത പുളകം ഉണ്ടാകുമായിരുന്നു. നല്ല ഒന്നാന്തരം ഭക്ഷണം കിട്ടുന്ന നാട്. നമ്മുടെ മമ്മൂട്ടി തന്നെ പറഞ്ഞത് ഒന്നാന്തരം മീന് കിട്ടണമെങ്കിൽ, അതായത് വിഭവസമൃദ്ധമായി മീന് കൂട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ കൊല്ലത്ത് പോകണമെന്നാണ്. അത്രയും ഫ്രഷ് മീന് കിട്ടുന്ന സ്ഥലം കൊല്ലമാണ്. അതുപോലെ കശുവണ്ടി, എത്ര വ്യവസായങ്ങൾ. കൊല്ലമെന്ന് കേട്ടാൽ അത്രയും ശുദ്ധമായ മനുഷ്യരുള്ള സ്ഥലം, ശുദ്ധമായ ഭാഷ. എന്തുകൊണ്ടും കൊല്ലമെന്ന് കേട്ടാൽ ഒരു അനുഗ്രഹീതമായ മണ്ണാണ്. എത്ര കലാകാരന്മാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട്. കൊല്ലം എന്ന് കേട്ടാൽ എനിക്ക് അഭിമാനമാണ്. കൊല്ലം അത്രമാത്രം ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കൊല്ലംകാരനാണ് എന്ന് ചെന്ന് പറയുമ്പോൾ അത് ഏറ്റവും ദുരിതപൂർണമാകുന്നു. ആ സംഭവം തുടങ്ങുന്ന വഴി ഇങ്ങനെയാണ്. ഒന്നാമത്, ഇത് ഈ മെയ് 11 കിള്ളികല്ലൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അത് ഈ കട അടയ്ക്കുന്ന സമയത്ത്, അതായത് തട്ടുകട അടയ്ക്കുന്ന സമയത്ത് കുറച്ച് പേർ പോയി പൊറോട്ട വേണമെന്ന് പറയുന്നു. ആ കടക്കാരൻ പറഞ്ഞു, ചേട്ടൻ പറയുന്നു, അയ്യോ പൊറോട്ട ഇല്ല. എന്നാൽ പിന്നെ നിന്നെ എടുത്തിട്ട് അടിക്കുമെന്ന് എടുത്തിട്ട് അടിക്കുകയാണ് പൊറോട്ട കടക്കാരനെ. ആ തട്ടുകടക്കാരനെ എടുത്തിട്ട് ചളുക്കുന്നു. ആലോചിച്ച് നോക്ക്, എന്തൊരു ദുരിതമാണ്. അതുപോലെ അടിച്ച് പാമ്പായി പോയിട്ട് പച്ച ചിപ്സ്, അതായത് ലെയ്സിനെ പറയുന്നതാണ്. ലെയ്സ് പച്ച കവറിൽ ലെയ്സ് വേണമെന്ന് പറയുന്നു. കട അടയ്ക്കുന്ന സമയം അത് ഇല്ല എന്ന് പറയുമ്പോൾ ഇരവിപുരം ഫിലിപ്പ് മുക്ക്, അത് പേര് കേട്ട സ്ഥലമാണ്. നമുക്ക് അവിടെ ചെന്ന് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ഇരവിപുരം. ആ ഫിലിപ്പ് മുക്കിൽ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് നേരിട്ട് പരിചയമൊന്നുമില്ലെങ്കിലും കേട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മൂക്കിൻ തുമ്പിലാണ് പോലീസ് സ്റ്റേഷനെങ്കിലും. അപ്പോൾ ആ ഫിലിപ്പ് മുക്കിൽ നടന്ന സംഭവമാണ് ഇരവിപുരത്ത്. 2022 ഓഗസ്റ്റ് 3 ഇത് നടന്നത്. എന്താണ്, ലെയ്സിന്റെ പേരിലാണ് അടി. വല്ലാത്ത കഷ്ടമല്ലോ, വല്ലാത്ത ചെയ്തല്ലേ, നാണക്കേടല്ലേ? കൊല്ലമെന്ന് കേട്ടാൽ നാണക്കേട് തോന്നില്ലേ? ലെയ്സിന്റെ പേരിലടി. ഇന്നിപ്പോൾ എന്താണ് നടന്നിരിക്കുന്നത്? കൊല്ലത്ത് തട്ടാമലയിൽ ഒരു സെലിബ്രേഷൻ നടക്കുന്നു. അവിടെ ഇങ്ങനെ രണ്ട് കൂട്ടർ നിന്ന് വിളമ്പുന്നു. അതായത് ഈ കാറ്ററിംഗ് സർവീസുകാർ ബിരിയാണിയൊക്കെ വിളമ്പുന്നു. അവസാനം എല്ലാവർക്കും വിളമ്പി പോയി. എന്നിട്ട് കാറ്ററിംഗ് സർവീസുകാർ 2 പന്തികളിലായിട്ടിരിക്കുന്നു. 1-ാം പന്തിക്കാർക്ക് ബിരിയാണിക്കൊപ്പം സാലഡ് കിട്ടി. 2-ാം പന്തിക്കാരിരുന്നപ്പോൾ സാലഡ് തീർന്നു പോയി. അതെന്താ മനഃപൂർവ്വം തന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ആണ് അടി. അതിൽ 4 പേർക്ക് പരിക്കും പറ്റി. അങ്ങനെ എന്താണ്, മുമ്പൊരിക്കൽ പപ്പടത്തിന്റെ പേരിൽ അടി ഉണ്ടായി. അത് ഹരിപ്പാടാണ് പപ്പടത്തിന്റെ പേരിൽ അടി. അത് മലയാളികൾക്ക് മുഴുവൻ നാണക്കേടുണ്ടായി. പപ്പടത്തിന്റെ പേരിൽ വരെ അടി കൂടുന്നവരാണ് മലയാളികൾ എന്ന് ഉണ്ടായി. അത് നടന്നത് 2023 ആലപ്പുഴയിൽ ഹരിപ്പാട് പപ്പടത്തിന്റെ പേരിൽ അടി ഉണ്ടായത്. പപ്പടത്തിന്റെ പേരിലും അടിയാണ്. ആലോചിച്ചു, നമ്മൾ എന്തിൻ്റെയൊക്കെ പേരിൽ അടിയുണ്ടാവും. രാഷ്ട്രീയത്തിന്റെ പേരിൽ അടിയുണ്ടാകുന്നത് പിന്നെ മുമ്പൊക്കെ പലപ്പോഴും ഒക്കെ സ്വാഭാവികമാണ്. അതൊക്കെ മാറിയിട്ട് നിസാര സംഭവങ്ങൾ, എൻ്റെ മുട്ടായി നീ എടുത്തു, എൻ്റെ പെൻസിൽ നീ എടുത്തു, എൻ്റെ റബ്ബർ നീ എടുത്തു, എൻ്റെ എന്തെങ്കിലുമൊക്കെ എടുത്തു സ്കൂൾ കുട്ടികൾ പരസ്പരം നുള്ളുകയും മാന്തുകയൊക്കെ ചെയ്യില്ലേ? അതുപോലത്തെ അവസ്ഥയാണ്. ഇതിപ്പോൾ ഏത് ഹെഡ് മാസ്റ്ററോട് പോയി പറയും പരാതി? എനിക്ക് നീ മറ്റേ ലെയ്സ് തന്നില്ല, എനിക്ക് പൊറോട്ട തന്നില്ല, എനിക്ക് സാലഡ് തന്നില്ല, ബിരിയാണിക്കൊപ്പം സാലഡ് വിളമ്പില്ല. നാണക്കേടാണ് പ്രിയപ്പെട്ടവരെ, ഭയങ്കര നാണക്കേടാണ്. പ്രത്യേകിച്ച് കൊല്ലത്തിന് അപമാനമാണിത്. കൊല്ലത്തിന് ഭയങ്കര അപമാനമാണ്. ഭയങ്കര അപമാനമാണ്. വിദേശത്തൊക്കെ പോകണം. വിദേശത്തോ അല്ലെങ്കിൽ പോട്ടെ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൊല്ലംകാരൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ പറയും, അയ്യോ കൊല്ലംകാരനെ മാറ്റി നിർത്തും. പോട്ടെ, കൊല്ലംകാർ തന്നെ കൊല്ലംകാരെ അടുപ്പിക്കില്ല. കൊല്ലത്ത് നിന്ന് വ്യവസായ പ്രമുഖരൊക്കെ ഉണ്ടല്ലോ, ചെന്നൊന്ന് നോക്കണം എത്ര കൊല്ലംകാരെ അവർ കൂടെ നിർത്തിയിട്ടുണ്ടെന്ന്. ഒന്ന് അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ. കൊല്ലത്തുള്ള ആളുകളെ കൊല്ലത്തുകാരെ തന്നെ കൂടെ നിർത്തില്ല. കൊല്ലത്തിന്റെ പ്രത്യേകത എന്താണ്? കുറേ സാറന്മാരുണ്ട് കൊല്ലത്ത്. കുറേ സാറന്മാർ, സാറ്. ആ സാറിനപ്പുറത്തേക്ക് വേറെ ഒരു സാറിനെയും വളർത്തില്ല. ആ സാറന്മാരാണ് അവിടുത്തെ അവസാനത്തെ സാറന്മാർ. ആ സാറന്മാർക്കപ്പുറം വേറെ സാറന്മാരില്ല. വേറെ സാറന്മാരാരും വളർത്തുകയില്ല. ഈ സാറ് തന്നെയാണ് അവസാനത്തെ സാറ്. അതാണ് അവസ്ഥ.
കൊല്ലത്തിന്റെ ഒരു നാശത്തിന്റെ പ്രധാന കാരണം ഈ സാറ് വിളിയും സാറന്മാരുമാണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു തീറ്റ കേസിലെ അടിയും. ഇത്രയും വിഭവസമൃദ്ധമായ ജില്ല, ഇത്രയും ആളുകൾ, ഇത്രയും സംസ്കാര സമ്പന്നമായ ആളുകൾ, പക്ഷേ എന്താണ്, ഈ സാറന്മാരെ കൊണ്ട് പൊറുതിമുട്ടി. കുറേ സാറന്മാരുണ്ട്, ഈ സാറന്മാരല്ലാതെ വേറെ സാറന്മാർ അവിടെ ഇല്ല. ഈ സാറന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള നാണം കെട്ട അവസ്ഥ. ഈ കൊല്ലംകാരുടെ ഈ നാണം കെട്ട അവസ്ഥ കൊണ്ട് മലയാളികൾക്ക് തന്നെ പൊറുതിമുട്ടിയിട്ടുണ്ട്. ഈ ലെയ്സിൻ്റെ പേരിലടി, പൊറോട്ട പേരിലടി, തട്ടുദോശയുടെ പേരിലടി, ഇപ്പോൾ സാലഡിൻ്റെ പേരിലടി. യവന്മാർക്ക് ഒത്തിരി തൈരും വാങ്ങി ഒത്തിരി ഉള്ളിയോ പച്ചമുളകോ ഒക്കെ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കണമായിരുന്നു, അല്ല പോയി അടി ഉണ്ടാക്കലല്ല വേണ്ടിയിരുന്നത്. ഏതായാലും ഞാനും പകുതി കൊല്ലംകാരനാണ്. കൊല്ലം എന്ന പേരിൽ കൊല്ലംകാരൻ, പൂർണ്ണമായും കൊല്ലംകാരനാകണം, കൊല്ലംകാരൻ എന്ന പേരിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇമാതിരി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കും അഭിമാനക്ഷതമുണ്ട്. പ്രിയപ്പെട്ട കൊല്ലംകാരെ, ഞാൻ നിങ്ങളെ ആരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല. ഇമാതിരി ശീലക്കേടുകൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആകെ നാണം കെട്ടുപോകും. എന്നെ ഇനി ആളുകൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ചീത്തയൊന്നും വിളിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞത് പച്ച പരമാർത്ഥമാണ്. കുറേ സാറന്മാരുമുണ്ട്, അവന്മാർക്ക് മുകളിലേക്ക് ഒരുത്തരം വളരാനും സമ്മതിക്കില്ല, അവന്മാരുടെ 7 അയലത്ത് ചെന്ന് അടുക്കാനും സമ്മതിക്കില്ല. സാറന്മാരാണ് ഈ കൊല്ലത്തെ നശിപ്പിച്ച മുഴുവൻ. ഈ സാറന്മാരെയൊക്കെ ഒന്ന് തുടച്ച് നീക്കാമെങ്കിൽ കൊല്ലം ഒരു പരിധി വരെ നിന്നാണ്. നിങ്ങളല്ലേ ആ മുകേഷിനോട് പോയി ചോദിക്കും, ഈ സാറന്മാരല്ലേ ഈ നശിപ്പിച്ചതെന്ന്. കുറേ സാറന്മാരുണ്ട്, സാർ കുറേ സാറന്മാർ. യുവമാരാണ് ഈ കൊല്ലം ജില്ലയെ നശിപ്പിച്ചത്. വളരാൻ അനുവദിക്കാത്തത് യുവമാർ മാത്രമാണ്, സാറന്മാർ. സാറന്മാർ അധ്യാപകരല്ല, അല്ലാത്ത കുറേ സാറന്മാരുണ്ട് അവിടെ, ചെന്ന് അന്വേഷിച്ചാൽ മതി. യുവമാരാണ് ഈ ജില്ലയെ വളരാൻ അനുവദിക്കാത്തത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരൊക്കെ വന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് വളർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ വാലിൽ കെട്ടി നടക്കുമായിരുന്നു, വാലായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇല്ല, ഒരു ഭണ്ഡാരം ഇല്ല, നടക്കുമായിരുന്നു. ഇപ്പൊ ഇച്ചിരി പുരോഗതിയൊക്കെ പ്രാപിച്ചു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ നാണം കെട്ട പരിപാടി. പൊറോട്ട, ലെയ്സ്, സാലഡ്, അതിൻ്റെയൊക്കെ പേരിൽ, തീറ്റയുടെ പേരിൽ അടി. ഇങ്ങനെ കുറെ ന്യൂജൻ അടിയും കൂടെ വന്നപ്പോൾ നാണക്കേട് ഇരട്ടിയാക്കി തന്നു. ഇതൊക്കെ മാറണം. മാറിയിട്ട് നല്ല സംസ്കാരത്തോടുകൂടി, പഴയ പ്രൗഢിയോടുകൂടി, ദേശിംഗനാടിൻ്റെ പ്രൗഢിയോടുകൂടി മാറി വരണം. അത് തന്നെയാണ് കൊല്ലംകാരൻ എന്ന നിലയിൽ എൻ്റെയും ആഗ്രഹം. അഭിവാദ്യങ്ങൾ.